4 തരം ബലിയിടാൻ പ്രാപ്തരാണ്, നമ്മൾ കടപ്പെട്ടവരാണ്. അത് ദീപാവലി ബലി, ശിവരാത്രി ബലി, കർക്കിടക വാവ് ബലി, ആണ്ടുബലി. ഇങ്ങനെ ഒരാൾ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം 4 തരം ബലി ഒരു വർഷത്തിൽ ഒരാണ്ടിൽ ചെയ്യണം എന്നാണ്. ഈ ദീപാവലി ബലി നോർത്ത് ഇന്ത്യയിലാണ് അധികം ചെയ്യുന്നത്. സർ, ഇപ്പോൾ ഈയിടെയായിട്ട് കേൾക്കുന്ന ഒരു പുതിയൊരു അറിവുണ്ട്, മരിച്ചുപോയവരുടെ ഫോട്ടോസ് ഒന്നും വീട്ടിൽ വെക്കരുതെന്ന്. പക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം പണ്ടുകാലം മുതലേ മരിച്ചുപോയ കാരണവന്മാരുടെ ഫോട്ടോ വെക്കുന്നവരുണ്ട്, വിളക്ക് വെക്കുന്നവരുണ്ട്, വീട് വെക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. മരിച്ചുപോയവർ മരിച്ചുപോയി, പിന്നെ അവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ശരിയാണോ? ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടുന്ന ആചാരം അനുഷ്ഠാനങ്ങൾ ചെയ്യണം. നമ്മൾ ഈശ്വരന്മാർക്ക് ക്ഷേത്രാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ മാതാപിതാ ഗുരു ദൈവം എന്നാണ്. 4 തരം എനർജികളുണ്ട് നമുക്ക്. ഏതൊരു മനുഷ്യനും നിലനിൽപ്പ് വേണമെങ്കിൽ മാതാപിതാക്കളും ഗുരുവും വേണം. ഈശ്വരാധീനം ഈസിക്വൽ ടു ഭാഗ്യം. അപ്പോൾ ഇതുണ്ടെങ്കിലാണ് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ജന്മം തന്ന, നമുക്ക് ദേഹവും ദേഹിയും തന്ന മാതാപിതാക്കളെ അല്ലേ, ശരീരവും മനസ്സും ആത്മാവും ഒക്കെ തന്ന, രക്തമൊക്കെ തന്ന മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ ജീവിതകാലം അത്രയും സ്മരിക്കേണ്ടത് നമ്മളുടെ ഒരു കടമയാണ്. അത് ചെയ്യണം. പിന്നെ മരിച്ച് ഒരാണ്ട് കഴിഞ്ഞ് ഒരു ഇപ്പോൾ അച്ഛനോ അപ്പൂപ്പനോ ആരെങ്കിലും മരിച്ചു നമ്മൾ ഒരാണ്ട് അതിന് ചില ചടങ്ങുകളുണ്ടല്ലോ, അനുഷ്ഠാനങ്ങളുണ്ട്. ഗരുഡ പുരാണത്തിലൊക്കെ അത് വിവരിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. ഒരു വർഷക്കാലം നമ്മൾ വിളക്ക് വെച്ചിട്ട് അതിന് ആണ്ടാകുമ്പോൾ ആ ആത്മാവിനെ ആവാഹിച്ച് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിൽ അടുക്കുകയൊക്കെ നാരായണ ബലി, കൂട്ടനമസ്കാരം, തിലഹവനം ഒക്കെ ചെയ്തിട്ട് അതിൻ്റേതായ അനുഷ്ഠാനങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ മോക്ഷപ്രാപ്തി കൊടുത്ത് അയക്കാം. പിന്നെ ഉള്ളത് 4 തരം ബലിയിടാൻ പ്രാപ്തരാണ് നമ്മൾ, അല്ലെങ്കിൽ കടപ്പെട്ടവരാണ്. അത് ദീപാവലി ബലി, ശിവരാത്രി ബലി, കർക്കിടക വാവ് ബലി, ആണ്ടുബലി. ഇങ്ങനെ ഒരാൾ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം 4 തരം ബലി ഒരു വർഷത്തിൽ ഒരാണ്ടിൽ ചെയ്യണം എന്നാണ്. നമ്മൾ ആണ്ടുബലിയും ശിവരാത്രി ബലിയും കർക്കിടക വാവ് ബലിയൊക്കെ ചെയ്യാറുണ്ട്. ഈ ദീപാവലി ബലി നോർത്ത് ഇന്ത്യയിലാണ് അധികം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആചരിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആളുകൾക്ക് ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ആളുകൾ തമ്മിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. എന്താണ് ഇങ്ങനെയൊക്കെ നാട്ടിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘാതം സംഭവിക്കുമ്പോൾ ജ്യോതിഷ സഭയും ജ്യോതിഷ മീറ്റിങ്ങും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാ മീറ്റിങ്ങിലുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ്മാരാണെങ്കിലും യോഗം ഉണ്ടാവും, ഡോക്ടർമാർക്കാണെങ്കിലും അല്ലേ, എല്ലാ പാർട്ടിക്കാർക്കാണെങ്കിലും ഇനി എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഹിന്ദുത്വത്തെ ഒരു തരത്തിൽ നിർവീര്യമാക്കാൻ, ഹിന്ദു ആചാരങ്ങൾക്കെതിരായിട്ട് ചില ആളുകൾ ബോധത്തോടെയും ബോധമില്ലാതെയും ഒക്കെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ എന്ത് ചെയ്താലും അത് ആഭാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു തർക്കത്തിലേക്കില്ല. പക്ഷെ അങ്ങനെ ചില അജണ്ടകളുമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ആചാരങ്ങളെ മാത്രമേ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരത്തെ മാത്രമേ എതിർക്കുന്നുള്ളൂ. വേറെ ആളുകളുടെ, അത് ആരെ എതിർക്കണമെന്നല്ല നമ്മൾ പറയുന്നത്, മറ്റുള്ളവരെ ഇതുപോലെ എതിർക്കാനായിട്ടുള്ള ശക്തിയില്ല അവർക്ക്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇതിൽ ഒത്തിരി ആചാരങ്ങളുള്ളത് കൊണ്ടായിരിക്കും. അല്ലല്ല, ആചാരങ്ങൾ ഇല്ലാത്തത് എവിടെയാണ് ഉള്ളത്? എല്ലായിടത്തും ആചാരങ്ങളുണ്ട്. പക്ഷേ മറ്റുള്ള സ്ഥലത്തേക്കൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മളെ വഴി കെട്ടിയ മണി പോലെ വരുന്നവനും പോണവനും ഒക്കെ കണാങ് അടിച്ചിട്ട് പോകാം. ഇതിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും ഇത് സെയിം രീതിയിൽ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. കാരണം അവരുടെ ആചാരങ്ങൾക്കെതിരെയാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്. ആ ഒരു തോട്ടാണ് എല്ലാവർക്കും ഇടയിലുള്ളത്. ഹിന്ദുസിൻ്റെ ഒരു പൊതുവെയുള്ളൊരു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. നമ്മളാരെയും ഹിന്ദു നാമധാരികൾ അല്ലെങ്കിൽ ഹിന്ദു ആചാരം അനുഷ്ഠിക്കുന്നവരാരും മറ്റുള്ളവരെ ഒരു സംഗതി തള്ളി പറയില്ല. ശരിക്കും ഇപ്പോൾ മുസ്ലിം ആചാരവും അങ്ങനെ തന്നെയാണ്, പക്ഷേ പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമാണ്. ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറയുന്നൊരു ഇത് പറയുന്നുണ്ട്. നിനക്ക് നിൻ്റെ മതം, അവനവൻ്റെ മതം. നീ നിൻ്റെ മതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അവൻ്റെ മതത്തെ തള്ളി പറയരുത്. നീ അവൻ്റെ മതത്തെ തള്ളി പറഞ്ഞാൽ നീ നിൻ്റെ മതത്തെ സ്നേഹിക്കുന്നില്ല. വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതെല്ലാം മതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ആരും പാലിക്കുന്നില്ല.
അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു വന്നതിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചായിരുന്നു. വീട് വെക്കുന്ന അത് ഇപ്പൊ എത്ര പേർക്ക് അറിയുമെന്ന് നമുക്കറിയില്ല. എന്റെയൊക്കെ കുഞ്ഞിലെ മുതൽ നമ്മുടെയൊക്കെ തറവാടുകളിൽ നല്ലൊരു വിശേഷ ദിവസം വരുവാണെങ്കിൽ മരിച്ചുപോയ കാരണവന്മാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ആദ്യം മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കഴിക്കാനിരിക്കുന്ന ഒരു ഇതുകൂടെ ഉണ്ട്. അതെല്ലാം ഇപ്പൊ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് ചെയ്യുന്നതിന് പിന്നിൽ എന്താണെന്ന് എനിക്കും അറിയില്ല. നമ്മളത് മുൻപുള്ളവർ ചെയ്ത് കണ്ടു, നമ്മളും ചെയ്യുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയിപെറ്റ പന്തിരുകുലം അല്ലേ, അഗ്നിഹോത്രി മുതൽ ചാത്തൻ വരെയുള്ള 12 കുലക്കാരുണ്ട്. അപ്പോൾ ഇവർ ഈ അച്ഛൻ മരിച്ച ആ ആണ്ട് ശ്രാദ്ധത്തിൻ്റെ അടുത്താണ് അന്നാണ് ഈ 12 കുലക്കാരും 12 പേരും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. പക്ഷേ 12 മക്കളും ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്നത് ആണ്ടിനാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വീത് വെക്കുക, മൂലയ്ക്ക് വെക്കുക, കാർന്നോന്മാർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആ സംഗതി, അത് വെക്കുമ്പോൾ നമ്മൾ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളെയും അവരുടെ മക്കളെയും നമ്മുടെ അമ്മാവന്മാരെയും ചിറ്റപ്പന്മാരെയും എല്ലാ ബന്ധുമിത്രാദികളെയും തറവാട്ടിൽ വിളിച്ച് വരുത്തി അല്ലേ, നല്ല നല്ല ഭക്ഷണം അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ കാർന്നോന്മാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ചിലവർ മദ്യം വയ്ക്കും, കള്ളു വയ്ക്കും, അങ്ങനെ പല മീനൊക്കെ ഇങ്ങനെ എന്താണോ അത് ഓരോരോ ആചാരം അനുസരിച്ച് അത് വെക്കുന്നു. എല്ലാവരും കൂടി ഒരേ മനസ്സോടുകൂടി അപ്പനെയും അപ്പൂപ്പനെയും എല്ലാവരെയും പ്രാർത്ഥിച്ച് വന്നിച്ച് അല്ലേ കുറച്ച് നേരം കഥകൊക്കെ അടച്ചിട്ടിട്ട് അവർ കഴിക്കുന്നു എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്കും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ ഭക്ഷണം ഈ പ്രസാദം കഴിക്കുന്നു. അപ്പോൾ ആ ഒരു തറവാട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു കുലത്തിലെ എല്ലാ അന്തേവാസികൾ എല്ലാ അംഗങ്ങളും തമ്മിലുള്ള മാനസിക ഐക്യം, ബാക്കിയെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കോളൂ. ഈ ഒരു വിശ്വാസം എന്തിനായിരിക്കണം ഇങ്ങനെ കാർന്നോന്മാർ ആചരിച്ചു വന്നിരുന്നത്? ആണ്ടിലൊരിക്കലെങ്കിലും തൻ്റെ മക്കളും പേരമക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഹൃദയബന്ധം വരട്ടെ, ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലേ. ഇപ്പം ആ പേരിലേ അറിയുള്ളൂ. വീട് വയ്ക്കാന്ന് പറഞ്ഞാൽ വീട് വയ്ക്കുന്നത് കുഴപ്പമാണ് അല്ലേ. ഈ കുടുംബ ഐക്യം വരാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ വീട് വയ്ക്കണം, അത് കണ്ട് മോക്ഷപ്രാപ്തി അടഞ്ഞ കാർന്നോന്മാർ നമ്മളെ അനുഗ്രഹിക്കും. അവർ ഒരു ഈശ്വരതുല്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മോക്ഷത്തിലേക്ക് എത്തിയല്ലോ. അവരുടെ മക്കളും മരുമക്കളും എല്ലാ ആളുകളും പേരക്കിടാങ്ങളും എല്ലാം നല്ലതുപോലെ വരുന്നുണ്ട്, എല്ലാവരും ഞങ്ങളെ സ്മരിക്കുന്നുണ്ട്, അവർക്കെല്ലാം നന്മ വരട്ടെ, നല്ല പരമ്പര ഉണ്ടാവട്ടെ എന്നുള്ള അവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ വീട് വയ്ക്കുക എന്ന് പറയുന്നത്. അത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല, അതാണ് എൻ്റെ വാദം. അപ്പോൾ എനിക്കും ഇതിനോട് ഭയങ്കരമായിട്ട് യോജിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതിന് സമ്മതിക്കാത്തത് കൊണ്ട് നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ വെക്കുന്ന ആഹാരം ഒരിലയിലാക്കിയിട്ട് തെക്ക് വശത്ത് കൊണ്ടുപോയി വെക്കലാണ് ഇപ്പോൾ പതിവ്. അല്ല, അതിൻ്റെ ഈ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ കാവ്യയുടെ വീട്ടിൽ കാവ്യ മാത്രം തെക്ക് വശത്ത് കാർന്നോന്മാരെ സങ്കല്പം ചെയ്ത് കൊണ്ടേ വെച്ചാൽ കാവ്യയുടെ മനസ്സിലുണ്ട് പിതൃക്കളുടെ ആനുകൂല്യം കിട്ടുക തന്നെ ചെയ്യും, കിട്ടും, സന്ദേഹം വേണ്ട. പക്ഷേ ഈ കുടുംബൈക്യം വരുന്നില്ലല്ലോ. വീട് വയ്ക്കുന്നതിൻ്റെ കുടുംബക്കാർ തമ്മിലുള്ള ഒത്തൊരുമ ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് കാർന്നോന്മാർ ഇങ്ങനെ ഒരു ആചാരം ഫോളോ ചെയ്യുന്നത്. അത് ലഭിക്കുന്നില്ലല്ലോ. അതവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. പിന്നെ ചിലവരോട് ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ, ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടി ഒത്തുകൂടും, അമ്മേ അല്ലെങ്കിൽ അച്ഛ, അമ്മാവ, കൊച്ചപ്പ അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതല്ലേ, നമുക്ക് ആണ്ടിലൊരിക്കൽ എല്ലാവർക്കും ഒരുമിച്ച് കാണാമല്ലോ, ഇങ്ങനെ ചിന്തിക്കൂ. ബാക്കിയെല്ലാം നമ്മൾ ഒരേ ഇലയിൽ നിന്ന് നമുക്ക് എല്ലാ കുട്ടികളും നമ്മളെല്ലാവരും അമ്മായിയുടെ മക്കളും കൊച്ചച്ഛൻ്റെ മക്കളും എല്ലാവരും കൂടി കൂട്ടിയിരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റിമസി, അത് നമുക്ക് വലുതല്ലേ, നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നല്ലതല്ലേ. അതാണ് ഇതിൻ്റെ മഹാത്മ്യം. മാസ് പ്രയർ എല്ലാവരും കൂടി. ഇപ്പോൾ ക്രിസ്ത്യൻസ് കൂട്ടായി പ്രാർത്ഥിക്കും, ഭയങ്കര എനർജിയാണ് അറ്റ്മോസ്ഫിയറിൽ, മനസ്സിലായോ. അതിനെല്ലാം ഫലമുണ്ട്. ഒന്നിനെയും ഇല്ല എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല, കാരണം നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഏതൊരു വസ്തുവിനെയും നമുക്ക് തള്ളി പറയാം. ആ വസ്തുവിനെക്കുറിച്ച് 90% ഞാൻ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ഞാൻ ഒന്നിനെയും തള്ളരുത്. അങ്ങനെ തള്ളിയാൽ ഞാനൊരു വിഡ്ഢിയാണ്. ഇതാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ
ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.